നമസ്കാരം. തമിഴ്നാട്ടിൽ DMK MLAയുടെ മകൻ്റെ വീട്ടിലെ ജോലിക്കാരി ക്രൂര പീഡനത്തിന് ഇരയായ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിക്രൂരമായ പീഡനമാണ് പെൺകുട്ടി നേരിട്ടതെന്ന് തെളിയിക്കുന്നതാണ് വീഡിയോ. കഴിഞ്ഞ 7 മാസമായി രാത്രി 12 മണി വരെ ജോലി ചെയ്തിട്ടും ശമ്പളമൊന്നും നൽകിയില്ലെന്നും മുളകുപൊടി കലക്കിയ വെള്ളം കുടിപ്പിക്കുകയും സിഗരറ്റ് കത്തിച്ച് ദേഹത്തെല്ലാം പൊള്ളലേൽപ്പിക്കുകയും ചെയ്തുവെന്നും പെൺകുട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ചെന്നൈ പല്ലാവരം നിയമസഭാംഗം കരുണാനിധിയുടെ മകൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 18 വയസ്സുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ MLAയുടെ മകൻ ആന്റോ മണിവണ്ണൻ, മരുമകൾ മെർലിന എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. പരിക്കേറ്റ കള്ളക്കുറിച്ചി ജില്ലയിലെ ഉളുന്തൂർപേട്ട് സ്വദേശിനി രേഖ എന്ന പെൺകുട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംഭവത്തിൽ നീലാങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ പോലീസ് സ്വീകരിച്ച നടപടികളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് നൽകാൻ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംഭവം പുറത്തു പറയരുതെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പൊങ്കലിനായി വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി താൻ നേരിട്ടിരുന്ന പീഡനം പുറത്ത് പറഞ്ഞത്. രേഖയുടെ മാതാവ് ചെന്നൈയിലെ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയാണ്. 12ാം ക്ലാസ് പൂർത്തിയാക്കിയ രേഖ 7 മാസം മുൻപാണ് ചെന്നൈ തിരുവാൻമിയൂരുള്ള ആന്റോ മണിവണ്ണൻ്റെ വീട്ടിൽ ജോലിക്കായി എത്തിയത്. അതിനിടെ സംഭവത്തിൽ വിശദീകരണവുമായി മണിവണ്ണൻ്റെ ഭാര്യ മെർലിനയും രംഗത്ത് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനഃപൂർവ്വം തങ്ങളുടെ കുടുംബത്തെ അവഹേളിക്കാൻ പലരും ശ്രമിക്കുകയാണെന്നും ജോലിക്ക് നിന്ന സ്ത്രീയെ കുടുംബാംഗത്തെ പോലെയാണ് കണ്ടതെന്നും മെർലിനയുടേതായി പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു. എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ ചീത്ത പറയുകയാണ്. 3 ദിവസമായി ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല. മകളെപ്പോലും കാണാൻ പറ്റുന്നില്ല. ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ലെന്നും മെർലിന പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അധികാര രാഷ്ട്രീയം പാവം പിടിച്ച പെൺകുട്ടികളോട്, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരോട്, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ പ്രായമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഇത്തരത്തിൽ ഉള്ള സാഡിസം അല്ലെങ്കിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ച് സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണോ ഈ MLAയുടെ മകനും ഭാര്യയും പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്തയോട് പലരും പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു, അവരോട് മാന്യമായി പെരുമാറുക, അവരോട് വലിയ സ്നേഹമൊന്നും കാണിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ 12 മണി വരെ ജോലി ചെയ്യിപ്പിച്ചിട്ട് 10 പൈസ പോലും ശമ്പളം കൊടുക്കാതിരിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, മുളകുപൊടി കലക്കി കുടിപ്പിക്കുക, സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ആരോപിക്കുന്നത്. ശരിക്കും ഇത് വിശദമായ അന്വേഷണം നടത്തണം. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, DMK ആണ് തമിഴ്നാട് ഭരിക്കുന്നത്. MK സ്റ്റാലിനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് കരുണാനിധി എന്ന് പറയുന്ന MLA. അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ നടത്തി പോലീസിനെ സ്വാധീനിച്ച് ഈ കേസ് ഇല്ലാതാക്കാനും ഈ പെൺകുട്ടിയെ പിന്നീട് ഉപദ്രവിക്കാനുള്ള സാധ്യതയും ഒക്കെ തന്നെ ഇതിൽ കാണുന്നുണ്ട് എന്ന് ചില സ്ത്രീ പ്രവർത്തകരൊക്കെ തന്നെ, തമിഴ്നാട്ടിലെ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സ്ത്രീ സംഘടനകളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികളെ, അതും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, അത് ആ ഒരു വകുപ്പ് പ്രകാരം തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം തന്നെ കേസെടുക്കണമെന്നും MLAയുടെ മകനെതിരെയും ഭാര്യയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നും ഒക്കെ തന്നെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. പല സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സത്യമല്ല എന്ന് ഈ MLAയുടെ മകൻ്റെ ഭാര്യ പറയുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഇങ്ങനെ ഇവരെ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു രാഷ്ട്രീയ നീക്കമൊന്നുമല്ല. വീട്ടിൽ ജോലിക്കുന്ന കുട്ടിയാണ്. സ്വാഭാവികമായും ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതാണ് എന്നും ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്.